പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ധ്യാനാത്മകമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിനെക്കുറിച്ചാണ്. ജോസഫിനെക്കുറിച്ച് മതപണ്ഡിതർ അല്ല എങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചവരൊക്കെ പറയുന്ന ഒരു വാക്കാണ് സ്വപ്നത്തിൻ്റെ രാജകുമാരൻ, സ്വപ്നം കാണുന്നവൻ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. പഴയ നിയമത്തിൽ യാക്കോവിൻ്റെ 12 മക്കളിൽ ഇളയവനായ ജോസഫ്, അദ്ദേഹം സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായിരുന്നു. പുതിയ നിയമത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പ് ഒരു സ്വപ്നത്തിലൂടെ തൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു വ്യക്തിയായിട്ട് തീരുക. ഈ വിഷയമാണ് നമ്മൾ ധ്യാനിക്കുക. യഹൂദ നിയമപ്രകാരം ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. അങ്ങനെയെങ്കിൽ മറിയത്തിൻ്റെ അവസ്ഥ എന്താണ്? വിവാഹ വാഗ്ദാനം നടത്തിയിരിക്കുന്ന ഒരു സ്ത്രീ, അവൾ തൻ്റെ ഭർത്താവുമായി കൂടിച്ചേരുന്നതിനു മുമ്പ് ഗർഭിണിയായിരിക്കുക. ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അവളെ ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലം വിടാൻ ഒരുങ്ങുന്ന വിവാഹ വാഗ്ദാനം നടത്തിയ വ്യക്തി. ആ കാലഘട്ടത്തിലെ നിയമവും ഈ പ്രവൃത്തിയും തമ്മിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നാത്മകമാണ് മറിയത്തിൻ്റെ അവസ്ഥ. മറിയം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് തുടക്കം കുറിക്കുക. എന്നാൽ വിവാഹ വാഗ്ദാനം നടത്തിയ ജോസഫിന് ഈ പദ്ധതിയെക്കുറിച്ച് അറിവില്ല. ഒന്നിച്ച് സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയാകുക, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മരണത്തേക്കാൾ പ്രയാസമേറിയൊരു കാര്യമാണ്. അതുകൊണ്ട് ജോസഫ് ഇവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. പക്ഷെ ഇവിടെ വലിയൊരു അപകടമുണ്ട്. അതും മറിയത്തിനെതിരെ ഒളിഞ്ഞിരിക്കുക. ജോസഫ് ഉപേക്ഷിച്ചു പോയാൽ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് മറിയം വെളിപ്പെടുത്തേണ്ടി വരും. അത് മറിയം വെളിപ്പെടുത്തിയാലും സമൂഹം അംഗീകരിക്കത്തില്ല, സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല. ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ആവസിച്ചാണ് ഞാൻ ഗർഭിണിയായത് എന്നൊന്നും പറഞ്ഞാൽ ലൗകിക ജഡിക ചിന്തകളിൽ ജീവിക്കുന്ന, അല്ല ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കത്തില്ല. അവരുടെ മതനിയമം പെട്ടെന്ന് സടകുടഞ്ഞെണീക്കും, മറിയത്തെ വിചാരണ ചെയ്യും, അടുത്ത നടപടിക്രമത്തിലേക്ക് പോകും. അതാണ് ജോസഫ് രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാലും സംഭവിക്കുക. അതുകൊണ്ട് മറിയത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല, അല്ലെ അവളെ അപമാനിതയാക്കാൻ വേണ്ടിയിട്ടുമല്ല ജോസഫ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. പിന്നെയോ അവളുടെ ആ ഗർഭസ്ഥ അവസ്ഥ ഏറ്റെടുക്കാൻ തയ്യാറല്ല.
ഇതാണ് ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ദൈവം ഓരോ പദ്ധതിയും ഒരുക്കുക. ഇങ്ങനെ ലോകത്തിൻ്റെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കണമെന്നും തൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിന് ജന്മം നൽകുന്നവൾ സംരക്ഷിക്കപ്പെടണമെന്നും അവളെ സംരക്ഷിക്കുന്നവൻ വിശുദ്ധനായിരിക്കണമെന്നും, കാരണം പരിശുദ്ധനായവൻ പിറന്നവൾ പരിശുദ്ധയായതുകൊണ്ട് പരിശുദ്ധമായ വ്യക്തിത്വമുള്ള അല്ലെ പരിശുദ്ധമായ ജീവിതമുള്ള വ്യക്തികൾ തന്നെ സംരക്ഷിക്കപ്പെടണം, അല്ലെ അങ്ങനെയുള്ള വ്യക്തികളാൽ തന്നെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച വ്യക്തി തന്നെയാണ് ജോസഫ്. പക്ഷേ അത് ജോസഫിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു സ്വപ്നത്തിലൂടെ ജോസഫിന് അത് വെളിപ്പെടുത്തി കൊടുക്കുക ദൈവം. ആ വെളിപ്പെടുത്തലിൽ അനുസരണം എന്ന അനുസരണത്തിലൂടെ ജോസഫ് ആ വലിയ ദൗത്യം ഏറ്റെടുക്കുക. കാരണം ജഡീയ ജീവിതത്തേക്കാൾ സന്തോഷം നൽകുന്ന ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയുക. ലൈംഗിക ജീവിതം ഒരിക്കലും ഒരു മനുഷ്യന് തൃപ്തി വരുത്തുന്നില്ല. ജഡീയ ജീവിതം വീണ്ടും വീണ്ടും അവനെ അതൃപ്തനാക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അവന് മറ്റ് മേച്ചിൽ സ്ഥലങ്ങൾ തേടിപ്പോവുകയോ അല്ലാത്തവരെ കടിച്ചു പിടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ അതൃപ്തനായി ജീവിക്കുകയോ ചെയ്യുന്നുണ്ട്. അത് പല രൂപത്തിലോ ഭാവത്തിലൊക്കെയാണെന്ന് മാത്രം. സമൂഹത്തെ ഭയന്നോ കുടുംബത്തെ ഭയന്നോ ഒക്കെയും ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ ജലം കുടിക്കുന്നതിന് വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടേയിരിക്കും. യേശു സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ. എന്നാൽ ദൈവം തരുന്നതായ ജലം, പരിശുദ്ധാത്മാവാകുന്ന ജലം, അത് കുടിക്കുന്നതിന്, അത് സ്വീകരിക്കുന്നതിന് ഒരിക്കൽ മാത്രമേ ദാഹിക്കുകയുള്ളൂ. ആ ദാഹം എന്ന് പറയുന്നത് ദാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടാനുള്ളതാണ്. അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ദാഹം. പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് ലഭിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദാഹം തീരുകയും പൂർണ്ണമായും സന്തോഷകരമായ ഈ ലോക ഒരു ജീവിതത്തിന് അവന് തുടക്കമാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവീക വിളിയിൽ അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിന് ഈ ലോകത്തിൻ്റെ സമ്പത്തോ സൗന്ദര്യമോ സംതൃപ്തിയോ ഒന്നും നമുക്ക് ഉതകത്തില്ല. എന്നാൽ ദൈവം തരുന്നതായ ആ സമാധാന ജീവിതത്തിന് നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചില മുറിപ്പെടുത്തലുകൾ, ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അത് നമ്മുടെ വിശുദ്ധരെക്കുറിച്ചാണേലും അതുപോലെ തന്നെ മറിയത്തെക്കുറിച്ചാണേലും യോസേപ്പിനെക്കുറിച്ചാണേലും പഴയ നിയമകാലത്തെ പ്രവാചകന്മാരെക്കുറിച്ചാണേലും നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ ദൈവവിളി കേൾക്കുന്നതിനോടൊപ്പം തന്നെ പീഡനങ്ങൾ, അപമാനങ്ങൾ, മുറിപ്പെടുത്തലുകളൊക്കെ സ്വീകരിക്കാൻ അവർ പൂർണ്ണമായിട്ടും തയ്യാറ്. അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവരതിൽ സന്തോഷമാണ്, അതിൽ ദൈവത്തെ കണ്ടെത്തി ആനന്ദിക്കുകയാണ് ഇവർ ചെയ്യുക. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞത്, ഒരു ദിവസം ഒരു സഹനം കിട്ടിയില്ലെങ്കിൽ ഈശോ സ്നേഹിക്കുന്നില്ലെന്നുള്ളൊരനുഭവമാണ് അൽഫോൻസാമ്മയ്ക്കുണ്ടാകുക. അപ്പം ഓരോ സഹനവും ദൈവീയ സാന്നിധ്യത്തെയാണ് വെളിപ്പെടുത്തുക. അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി ആണ് യഥാർത്ഥ സമാധാന ജീവിതം നയിക്കുക. അതിൻ്റെ ആദ്യപടിയാണ് അനുസരണം. അനുസരണമാണ് വിശ്വാസത്തിൻ്റെ ആധാരം. അബ്രാഹത്തിനോടാണെങ്കിലും ജോസഫിനോടാണെങ്കിലും ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു,
അനുസരിക്കുന്നു. ആ അനുസരണമാണ് വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുക. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്വന്തം ബുദ്ധി ആശ്രയിക്കുകയും സ്വയം പണ്ഡിതരാകുകയും ചെയ്യുന്നവർ അനുസരണമെന്ന വ്രതത്തെ തള്ളിപ്പറയുക. അവർ അനുസരിക്കില്ല. അങ്ങനെ ഈ ലോകത്തിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് ജീവിതകാലം മുഴുവന് സമാധാനമില്ലാത്തൊരു ജീവിതാവസ്ഥ. അതുകൊണ്ട് വിശുദ്ധ യൗസേപ്പ് തൻ്റെ അനുസരണത്തിലൂടെ ഈ ലോകത്തിന് നേടിത്തന്നതായ രക്ഷ, അല്ലെ അതിൽ പങ്കാളികളായ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും അനുസരണം നമുക്കെത്രമാത്രം രക്ഷാകരമായോ ആ ഒരു രക്ഷാകരമാണ് ഇതനുഭവിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ സമൂഹത്തിലും തലമുറകൾക്കും നൽകേണ്ടത്. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.